ഈകളെ നവീൻ ബ്രോ എന്നിട്ട് പറഞ്ഞ് പുള്ളിക്ക് എൻ്റെ ടിവിനെ ദുബായിലോട്ട് കൊണ്ടുവരാനാണ് പുള്ളിയുടെ താല്പര്യം. പുള്ളി എന്താ വലുതായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. പാസ്പോർട്ട് ഒരു 13,000 രൂപ ഉണ്ടാവോ? അല്ല 6,000 7,000? എന്ത് അതെന്ത് ഭാഷയത്? ക്യാമറ ഓണാക്കാൻ വെച്ചിരി നിന്നെ ഇപ്പൊ എടുത്ത് കാണിക്കാൻ. ക്യാമറ ഇല്ല എന്റെ പീസിലില്ല. അണ്ണാ സപ്ലൈസ് അൺലിമിറ്റഡ് കിട്ടുമോ? സപ്ലൈസ് അൺലിമിറ്റഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഇങ്ങനത്തെ ഒരു റാ പൊസിഷനില് റെഡ് ബുള്ളിന്റെ ഓഫീസിലോട്ട് പോകണം. ഗെയിം കളിച്ചാൽ മതി അതിനകത്ത് പോയത്. അതാരെ വന്നിട്ട് പോയ മുച്ചിറി? മൊഞ്ചൻ എടാ ഇതാണ് മുച്ചിറി. എന്റെ ഈ ഗുണത്തിനാണ് എനിക്ക് ആടൊന്നും കിട്ടാത്തത്. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ അത് എന്റെ ഗുണം കൊണ്ട് തന്നെയാണത്. ഡിസ്കോഡിലുണ്ട് ഇവന്മാരെല്ലാം. ഈകളെ നവീൻ ബ്രോ എന്നിട്ട് പറഞ്ഞ് പുള്ളിക്ക് എൻ്റെ ടിവിനെ ദുബായിലോട്ട് കൊണ്ടുവരാനാണ് പുള്ളിയുടെ താല്പര്യം. പുള്ളി എന്താ വലുതായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. എൻ്റെ ടിവിനെ നവീൻ ബ്രോയുടെ ഒരു ചാലഞ്ച് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പുള്ളി നമ്മളൊരു 3 പേരെ കൊണ്ടുപോകാന്ന് പറഞ്ഞായിരുന്നു. പിന്നെ പുള്ളിയുടെ അനക്കമില്ല. അതെ എന്റെ ചാറ്റിലുണ്ട്. ഈകളെ ഞാൻ പാസ്പോർട്ട് എടുത്ത് റെഡി ചെയ്തേ. എന്റെ ലൈവിൽ പാസ്പോർട്ട് ഫുൾ സെറ്റ് ആണ്. ഈ ആഴ്ച കയ്യിലാന്നോട്ടെന്ന് പറഞ്ഞേ. എടാ മുച്ചിറി പാസ്പോർട്ട് ഉണ്ടോ? പാസ്പോർട്ട് ഉണ്ടോ? ഈകളെ ഇതുണ്ടോ? അളിയാ നീ ഒരു കാര്യം ചെയ്തേ അളിയാ. ചന്ദ്ര നോക്ക് ലൈവ് നോക്ക് എന്റെ ക്യാമറ. പാസ്പോർട്ട് ടിവിയിൽ ഇപ്പൊ എത്ര 35 മെമ്പേഴ്സ് അളിയാ. 35 മെമ്പേഴ്സിന് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് മാത്രം ആവും ഒരു 10 ലക്ഷം രൂപ. മനസ്സിലായ? പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ദുബായി ചെന്നിട്ട് നീ ഒട്ടകത്തിന്റെ ചാണകം നിന്നും ജീവിക്കൂലല്ലോ. 3 നേരം ഫുഡ് കഴിക്കട്ടെ. 3 നേരം ഫുഡ് തിരിച്ചു വരുമ്പോ ഒരു 50 ലക്ഷം രൂപ ബില്ലാവും. പുള്ളി അതോടുകൂടി നമ്മളൊരു 40 പേര് എയർപോർട്ടിൽ കാലുകുത്തുമ്പോഴേ പുള്ളി അറബി കൊണ്ടുപോകും. അപ്പോഴേ കൊണ്ടുപോകും. പിന്നെ ഞാനും നീ അളിയ ചന്ദ്ര നീ ഒന്ന് ആലോചിക്കും, ഞാനും നീ എല്ലാവരും മറ്റേ ഡെസേർട്ടിൽ കിടക്കണത്. അയ്യോ വിസ. പിന്നെ വിസ വേണ്ടേ? എത്ര നാളായെന്ന് തിരിച്ചു. ഒരു ആവറേജ് ഒരു വിസിറ്റിംഗ് വിസക്ക് എത്ര രൂപ ഉണ്ടാവൂടാ? എന്റെ അറിവിൽ ഒരു 13,000 രൂപ ഉണ്ടാവോ? അല്ല 6,000 7,000? എന്ത് അതെന്ത് ഭാഷയത്? അതേത് ലാംഗ്വേജ്? എടാ വാ ഈകളെ ക്യാമറ ആണോ? എത്ര ആളാ? എല്ലാരും ക്യാമറ ആണോ? കുറച്ച് സംസാരിക്കും. റേറ്റ് കൂടുതല. ഇപ്പൊ എത്ര? 15,000 രൂപ. അളിയാ 15,000 രൂപ 35 വരെ കൂട്ടിക്കോ. 35 പേർക്ക് 5,25,000 രൂപ വിസ മാത്രമാവും. നവീൻ ബ്രോ ചാറ്റിലുണ്ട്. നവീൻ ബ്രോ ഇത് കേട്ടല്ലോ. ഓക്കെ അല്ലേ? ടിക്കറ്റ് വൺ സൈഡ് എത്ര രൂപ ഗൈസ് ആവറേജ്? ഇനി ഇപ്പൊ ഞാൻ പറയാം, ഓട്ടോറിക്ഷയ്ക്ക് ചിറക് പിടിപ്പിച്ച് എയർ ഇന്ത്യ പോയാൽ എത്ര രൂപ? ഏറ്റവും പറയുന്നത് ഓട്ടോറിക്ഷ ചിറക് പിടിപ്പിക്കും. ഇപ്പൊ അവളെന്നെ അറിയിക്കട്ടാ. ഒരു 15,000 രൂപ ആവറേജ് കൂട്ടാം. 15,000 × 35 15,000 × 35 5,25,000. അങ്ങനത്തെ കണക്ക് ശരിയാവില്ലല്ലോ. അപ്പൊ തന്നെ 10 ലക്ഷം രൂപ കഴിഞ്ഞളിയാ. ഇനി മുച്ചിരി ഇതൊക്കെ തന്തരെടുത്ത് കേട്ടാ പറഞ്ഞപ്പോഴത്തേക്ക് കാണിച്ചാണ്ടാ. ഇതെന്താ ക്യാമറ ഓണാക്കാൻ മുച്ചിരി നിന്നെ ഇപ്പൊ എടുത്ത് കാണിക്കാൻ. ക്യാമറ ഇല്ല എന്റെ പീസിലില്ല. മൊബൈൽ കണക്ട് ചെയ്യും. മൊബൈൽ കണക്ട് മൊബൈൽ ചാർജ് ഇല്ല. ജീവിതത്തിൽ 2 ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടുള്ളത് എയർ ഇന്ത്യ. എയർപോർട്ടിൽ ചെന്ന് പറയാൻ ഫ്ലൈറ്റ് ഇല്ലെന്ന്. നവീൻ ബ്രോനെ കുറിച്ച് എന്തോ വിചാരിച്ചു നീ? എന്ത്
പുള്ളി ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ബഡ്ജറ്റ് 1.7 crores എന്ന്. മനസ്സിലായ? നിന്റെ മറ്റേ അണ്ടികളിയല്ല ഇത്, മനസ്സിലായില്ലേ? ഒരു മിനിറ്റ് ഞാൻ ഒന്ന് എടുത്തോട്ടെ. നവീൻ ബ്രോ ഡിസ്കോഡ് വരാൻ പറ. ഇപ്പൊ വരാൻ പറ. വരാൻ പറ. സ്വപ്നം കാണും വന്നിരുന്നു. അല്ലല്ല എന്തോ ഫിലിം ഇറക്കുന്നതിന്റെ കാര്യം പറയുന്നേ. ട്രിപ്പ് പോവാണോ ഓണാണോ? നവീൻ ബ്രോ ഒന്ന് തിരിച്ചു തരാമോ? ടി വിക്കകത്തുള്ളവർ മാത്രമേ ഉള്ളൂ കെവിനെ. ടി വിക്കകത്തുള്ളവർ പറഞ്ഞല്ലോ നീ എത്ര നാളായടാ കവിനെ കണ്ടിട്ട്. നവീൻ ബ്രോ തിരിച്ചു പറഞ്ഞേ. പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അണ്ണാ സപ്ലൈസ് അൺലിമിറ്റഡ് കിട്ടുമോ? സപ്ലൈസ് അൺലിമിറ്റഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഇങ്ങനത്തെ ഒരു റാ പൊസിഷനില് ബ്ലഡ് ബുള്ളിന്റെ ഓഫീസിലോട്ട് നിക്കണം വരും അവിടെ. ഇവിടെ ക്യാമറ ഓണാക്കില്ല, നോക്കട്ടെ എങ്ങനെയാണ് കേട്ടാ. കാണിക്കോ? ഫസ്റ്റ് പ്രൈസ് ഒരു 6 മാസത്തെ സപ്ലൈസ് നിങ്ങൾക്ക് കിട്ടും. സെക്കൻഡ് പ്രൈസ് 3 മാസത്തെ, തേർഡ് പ്രൈസ് 1 മാസത്തെ. ഈകളൊന്ന് ലൈവ് ഇട്ടാ നോക്കട്ടെ എങ്ങനെയാണ് നിൽക്കാന്ന് പറഞ്ഞേ. നീ മറ്റേ വാലറിന്റെ അളിയാ, വേണ്ടിട്ട് അവിടെ മുംബൈ പോയി നിന്നില്ലേ? അതുപോലെ നിൽക്കട്ടെ ആ ഒരു ഷേപ്പില്. ഞാൻ വരും ലൈവ് ഇല്ലായിരുന്നു. നവീൻ ബ്രോ ഇപ്പൊ പറ. ഇല്ലല്ല ഇത് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് നവീൻ ബ്രോ. ഇത് ഞാൻ വാക്ക് പറഞ്ഞാണ്. അയ്യോ നവീൻ ബ്രോ വന്നേ. താങ്ക് യു സോ മച്ച് ഫോർ 5 മെമ്പർഷിപ്പ്. താങ്ക് യു സോ മച്ച് ബ്രോ. അംബ്രോ അല്ല റാംബോ ബ്രോ. ഞാൻ വിസി വന്നു പുള്ളി ഇവിടെ വിസി വന്നാ. എന്താണ് ഡ്രീമറെ? ചാലഞ്ച് ആണോ? അളിയാ റെഡ് ബുള്ളിന് എന്തൊരു ടേസ്റ്റ് അളിയാ. ഞാൻ പറഞ്ഞ നമ്മുടെ എവിടെ നമ്മളെ കൊണ്ടുപോകുന്നത് ദുബായില്. പെട്ടെന്ന് ചിറക് വരുന്നത് മുച്ചു ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 5 സബ്സ്ക്രിപ്ഷൻ. എന്റെ അമ്മോ മുച്ചു ബ്രോ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പൊ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന QR കോഡ് അളിയ ചന്ദ്ര QR കോഡ് സ്കാൻ ചെയ്ത് കളിച്ചാടാ അളിയ. രജിസ്റ്റർ ചെയ്ത് ഹരി എല്ലാരും കളിച്ചാടാ. ഹരി കോച്ച് എന്റെ ലൈവില് ഒരു ഇതുണ്ട്. എന്നിട്ട് കേറി രജിസ്റ്റർ ചെയ്യുമ്പോ പേരിൽ TV എന്ന് കൊടുക്കണേ അളിയ. ചന്ദ്ര ഫസ്റ്റ് പ്രൈസ് 6 മാസം റെഡ് ബുൾ സപ്ലൈസ്. നമുക്ക് ഇതൊക്കെ ശരീരത്തിന് കേടാണ് ഗൈസ്. ബ്യൂട്ടി ഏതാവരെ? ഹലോ ആവശ്യമില്ലല്ലേ? അല്ലേ ഡ്രീമറ? ഓൾറെഡി എടുക്കുന്നുണ്ടല്ലോ. മുച്ചിരി എടാ ഈകളെ ഏതാ ഫേസ് മുച്ചിയുടെ ഫേസ് കാണിക്കാൻ പറയുന്നത് എല്ലാരും ഒന്ന്. അയ്യോ ഡ്രിങ്ക് റെഡ് ബുൾ എന്ന് ഞാൻ പറഞ്ഞില്ല ബ്രോ. ഇവന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. ഇവന്റ് പാർട്ടിസിപ്പേറ്റ് ഗെയിം കളിച്ചാൽ മതി. അതിനകത്ത് പോയത് അതാരെ വന്നിട്ട് പോയ മുച്ചിറി. എവിടെ ഇതെന്തൊരപ്പി കൊല്ലങ്കടി വില്ലു മുച്ചിരി ആരും കണ്ടിട്ടില്ല ഈകളെ. മുച്ചിരിയെ ഞാൻ കാണിക്കാം. മുച്ചിരിയുടെ ഫോട്ടോ ആരായിരുന്നു എനിക്ക് അയച്ചു തന്നെ. എനിക്ക് ഒരു സെക്കൻഡ് ഗൈസ്. എല്ലാരും IRL ലൈവ് ഒക്കെ ഇടുന്നുണ്ടാ? എന്താ ഇങ്ങനെ പറഞ്ഞേ? അല്ല എല്ലാരും IRL ലൈവ് ഒക്കെ ഇടുന്നുണ്ടെന്ന്. വേണമെങ്കിൽ നമുക്കൊരു ഗ്യാങ് കൊടുക്കാം. എന്താ പറയണേ? ഞാൻ ഒരു കാര്യം പറയട്ടെ. എല്ലാ അമ്മമാരും ഇപ്പൊ ഇത് തന്നെ പരിപാടി. ഈഗിൾ ഗ്യാങ് അടിയൊക്കെ മേടിച്ചിട്ട് റോഡിൽ നീ നമുക്ക് ഗ്യാങ് അതിനകത്ത് മതി. നമ്മൾ പിന്നെ ഇടക്കിടക്കൊക്കെ എല്ലാരും ഒത്തുചേരുമ്പോ അത് ചെയ്യാറുള്ളതല്ലേ പണ്ട് തൊട്ടേ. നമുക്ക് അതങ്ങനെ കൊണ്ടുപോയാൽ മതി. ഇനി ഈഗിൾ ഗ്യാങ് എന്ന് പറഞ്ഞ 5 പേര് ചേർത്ത് സ്ട്രീം ചെയ്യാൻ വയ്യ. അല്ല ഞാനിപ്പോ എന്തോ കാണിക്കാൻ അയ്യോ അതാരാ AJ ബ്രോ 5 എണ്ണം തന്നു. AJ ബ്രോ ഓ നമ്മുടെ ഇതാരാ? ഖലീൽ എബ്രഹാം. അയ്യോ വായിക്കാൻ പോലും പറ്റില്ല. ഖലീൽ എബ്രാഹിം ഖുവാൻ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 5 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ് ബ്രോ. എന്റെ അമ്മോ നിങ്ങൾക്ക്
DM നോക്കട്ടെ വില്ല് എഡിറ്റ് ചെയ്ത് തന്നോ സാധനം കൊണ്ടുവന്നേ ഈഗോ അടിച്ചു ചേട്ടാ വില്ലുവനെ സാധനം മുച്ചിരി ഇച്ചിരി ഇവിടെ ഉണ്ടാ ഇച്ചിരി ഇവിടെ പോയി സ്ക്രീൻ ഷെയർ ചെയ്തേ വില്ലുവനെ ഓഫ്ലൈനിലോട്ട് വലിച്ചിട്ട് ചേട്ടാ മൊഞ്ചൻ ഞാൻ അടുത്ത ക്ലിപ്പും കൂടി ഇറക്കാവേ. കൊറിയൻ പോയി നമ്മുടെ ഇത് ഞാൻ വിശ്വസിക്കൂല. എടാ ഇതാണ് മുച്ചിരി എന്ത് ചന്ദ്രകാട്ടിലും വേറെ ഗ്രാഫ് ആയിട്ടിരിക്കുന്നതാണോ? അവരിത്ര ഭംഗിയാ കാസർഗോഡ് മഞ്ചൻ. കാസർഗോഡ് ഞാൻ പറഞ്ഞില്ലേ ഇവ കേരളത്തിലുള്ളതല്ല, ഹിന്ദിക്കാരനാ തോന്നുന്നു കേട്ടാ. പോടാണ് ചെക്കൻ ഗ്ലാമറാ. ഓ സുന്ദരം ചെറുക്കൻ. ഫിൽറ്ററാണ് പിന്നെ ഇത് പിന്നെ ഫിൽറ്ററാ പിന്നെ അവനെ ഉമ്മ വെച്ചതാ. സൗണ്ട് ഫേസ് ഒരു മാച്ചും ഇല്ലത്. അതിപ്പോ ചന്ദ്രന്റെ സൗണ്ട് കേട്ടാ പറയോ അവൻ ഇത്ര ഗ്ലാമറുള്ള പയ്യനാണ്. അത് ഇതായി പോയി. അപ്പൊ സൗണ്ട് കേട്ട് എന്ത് പറയാ ചന്ദ്രന്റെ സൗണ്ട് കേട്ടാ? പക്ഷെ നിന്റെ സൗണ്ട് കേട്ടാ എ ക്ലാസ് മുമ്പനാണെന്ന് രഘുലേ. അതിലൊരു മാറ്റവും ഇല്ല. ഇച്ച എന്താ ഇച്ച മറ്റേ ഏട്ടനെ അങ്ങനെ എന്താ വിളിക്കണ ഏട്ടനാ? അത് വെളുത്തിട്ട് പാറിന് തേച്ചാനേട്ടാ. നിനക്ക് സഹിക്കുന്നില്ലല്ലേ ചന്ദ്ര? ഒരു കുറച്ച് ഈഗോ ഉണ്ടല്ലേ, കുറച്ച് ഈഗോ ഉണ്ട്. അല്ല ഇച്ചാന്ന് പറഞ്ഞ എന്താ ഇച്ചാന്ന് പറഞ്ഞ എന്താ അർത്ഥം എന്താ? ചേട്ടാന്ന് വിളിക്കുന്നേ. ചന്ദ്രനെ സ്നേഹം വിളിക്കുന്നത് അച്ചാന്നാ. അച്ചാച്ച വിളിക്കുന്നതാണ്. അച്ചാച്ചാണ് അച്ഛന്റെ ഷോർട്ട് ഫോം ആണ്. ഈളെ നവീൻ ബ്രോ പറഞ്ഞ് വാസണ്ണ VC കണക്ട് ആകണില്ലാന്ന്. അത് കള്ളത്തരാണ്. അത് എനിക്കൊരു കള്ളത്തരായിട്ട് തോന്നി നവീൻ ബ്രോ. അത് എനിക്ക് ഓണസ്റ്റായിട്ട് പറയണല്ലോ നമ്മള്. അതിനൊക്കെ തരുവാണെങ്കിലും നമ്മള് ഓണസ്റ്റായിട്ട് തന്നെ പറയണല്ലോ. ഇവന്മാരിവിടെ ബാലൻ മന്ദാരം എനിക്ക് കളി അറിയത്തില്ലല്ലോ. നിങ്ങൾക്കല്ലേ ഇതൊക്കെയാണ് പ്രശ്നം. കളി അറിയത്തില്ലല്ലോ. ബാലൻ മന്ദാരം മോബി എല്ലാം എന്റെ ലൈവിൽ കാണുന്ന ലിങ്ക് കയറിയിട്ട് രജിസ്റ്റർ ചെയ്ത് കളിച്ചടാ. ലീഡർ രണ്ട് കളി കഴിഞ്ഞ് നേരത്തെ തുടങ്ങി. എടാ ലീഡർ ബോർഡില് ഞാൻ പറയട്ടെ, നമ്മുടെ പിള്ളേര് മാത്രമായിരിക്കണം ലീഡർ ബോർഡില്. ഇവിടെ ഓഡിയൻസ് കുറെ അവന്മാർക്ക് പുച്ഛം, കുറച്ചമാർക്ക് പുച്ഛം. 9,000 സ്കോർ. 10 കോടി. അണ്ണാ ഫോണിൽ മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ. പറടാ കേക്കുന്നു. റാംബോ ബ്രോ നിങ്ങൾ വീണ്ടും എടാ ഇത് എത്ര മെമ്പർഷിപ്പ് ആടാ ഇത്? റാംബോ ബ്രോ താങ്ക് യു സോ മച്ച്. റാംബോ ബ്രോ മതി. റാംബോ ബ്രോ എന്റെ അമ്മ താങ്ക് യു സോ മച്ച്. മീൻസ് എലോട്ട്. താങ്ക് യു സോ മച്ച് റാംബോ ബ്രോ. 50,000 പോയിന്റ് അടിച്ചെന്നോ? എടാ നിങ്ങളൊക്കെ ലീഡർ ബോർഡിൽ കയറിയോ? ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് നോക്കി നോക്കട്ടെ. ഈഗിൾ ഗെയിമിംഗ് ലീഡർ ബോർഡിൽ എത്ര പിള്ളേർ വന്നു നമ്മുടെ ഗൈസ്? ഇത് MLM ഒന്നും അല്ലേ. ഞാൻ ഇപ്പോഴും പറയണേ, നിങ്ങളെ ചേർത്തതിനൊന്നും എനിക്കൊന്നും കിട്ടാനില്ല. ഇത് ജസ്റ്റ് ഒരു ഇവന്റാ. നമ്മുടെ സൈഡിൽ നിന്ന് ഇത്ര പേരൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന് നമുക്കൊരു റെസ്പെക്ട് ഉണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ നിങ്ങൾ ചേരുന്നതിന് എനിക്ക് പൈസയും ഇതൊന്നുമില്ല. ഞാൻ അതുകൊണ്ടല്ല ഇത് ചെയ്യണേ. നമ്മുടെ സൈഡിൽ നിന്ന് കുറച്ച് ആൾക്കാർ ചെല്ലുമ്പോൾ ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് ജൊനാഥൻ അവരൊക്കെ ഇത് ചെയ്തായിരുന്നു. നമ്മുടെ ജൊനാഥൻ അവരെല്ലാം ചെയ്തപ്പം വളരെ കുറച്ച് ഇതേ വന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു കുറച്ച് ആൾക്കാർ കയറുമ്പോൾ ഒബ്വിയസ്ലി ബ്രാൻഡിനൊരു റെസ്പെക്ട് ഉണ്ട്, അത്രേ ഉള്ളൂ. ഡെസിറ്റ് കളിച്ചാലോ? ചോദിക്കട്ടെ. ലീഡർ ബോർഡിൽ ടി വിയിൽ ഒന്നാമത് ആരാ നിൽക്കുന്നത് ഇപ്പം? അല്ല ഈഗിൾ ഗെയിമിങ്ങിൽ എടാ ഒന്നാമത് നിൽക്കുന്ന ഹരികൃഷ്ണന് 66,000 പോയിന്റ്. ഹരികൃഷ്ണൻ ബ്രോ നിങ്ങളൊന്ന് വിചാരിച്ച ഇന്ത്യ ലീഡർ ബോർഡിൽ വരാൻ കേട്ടാ. നിങ്ങൾ വിചാരിച്ച ഇന്ത്യ ലീഡർ ബോർഡിൽ വരാൻ കേട്ടാ. 66,000 പോയിന്റോ? ഇത് എങ്ങനെ അടിച്ച്? ഇന്ത്യ നിൽക്കുന്ന ആളുടെ ടോപ്പ് എത്രയാന്ന് നോക്കട്ടെ. കേരള ബ്ലാസ്റ്റേഴ്സിനൊക്കെ ഉണ്ട് കേട്ടോ ലീഡർ ബോർഡ്.
ഇന്ത്യ നിൽക്കുന്ന ആൾക്ക് 3,54,000 ആണ് ടോപ്പ് പോയിന്റ്. കളിക്കാൻ വരുന്നവരൊക്കെ കളിച്ചു നോക്കുക. ഡു എ ട്രൈ, ഗിവ് എ ട്രൈ. ഇട്ടിരിക്കാനാട്ടാ ഫുള്ള്. എന്തൊരു പരിപാടി? എടാ DCT കളിക്കാം. എടാ നമുക്ക് എല്ലാവർക്കും കൂടെ ഡിസിറ്റ് കളിച്ചാലോ കുറച്ചു നേരം? DCT ഗെയിം പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. എന്താ കിടിലൻ ഗെയിമോ, അടിപൊളി. നമുക്കൊരു PUBG അതാവുമ്പോ എല്ലാവർക്കും MNSന്റെ ഒരു വേറൊരു വെർഷൻ കളിയാ. കിടിലം കളിയാ ഗൈസ്, കിടിലം കളിയാ. ഡിസിറ്റ് 2 ഇടറാ. ഡിസിറ്റ് എത്ര GB അത്? 10 20 എത്ര? ലീഡർ ബോർഡ് PC കാണാൻ പറ്റുവേ? ആണോ? നീ എനിക്ക് ഡിസ്കോഡിലെ ലിങ്ക് ഒന്ന് അയച്ചേരെ. ഓക്കെ. ഡിസിറ്റ് നല്ല കിടിലം കളിയാ ഗൈസ്, കിടിലം കളിയാ. നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, ഭയങ്കര എന്റർടൈൻമെന്റ് ഉള്ള കളിയാണ്. സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. ഡിസ്കോഡിൽ അയച്ചിട്ടുണ്ടേ. DCT വന്നാലും പോവും. എന്താ പറയടാ? സിറ്റി കയറുന്നാ നീ? സിറ്റിയില് നിങ്ങൾ സിറ്റി അപ്പാണോ? സിറ്റി അപ്പായോ? ഇപ്പൊ കേറുന്ന ഞാൻ കേറാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ലീഡർ ബോർഡില് അമിറ്റ് യൂണിവേഴ്സിറ്റി, ബ്ലിങ്കിറ്റ്, ഈഗിൾ ഗെയിമിങ്, ഗോഡ് ലൈക്ക്, നോക്കട്ടെ. ഈഗിൾ ഗെയിമിങ്. ഹരികൃഷ്ണൻ ബ്രോയെ ഇതുവരെ ആരും ബീറ്റ് ചെയ്തിട്ടില്ല. ഹരികൃഷ്ണനാണ് ടോപ്പില് നിൽക്കുന്നത്. കുറെ പേരുണ്ട്. എടാ വെറുതെ ഗെയിം കളിച്ചാ പോരാട്ടാ. ഗെയിം കളിച്ചാ പോരെ. നിങ്ങളുടെ പേര്, നിങ്ങളെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്താൽ ലീഡർ ബോർഡിൽ വരുള്ളൂ. നമ്പറും കൊടുത്ത് നിങ്ങളുടെ ഡീറ്റെയിലും കൊടുത്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ലീഡർ ബോർഡിൽ വരത്തുള്ളൂ. അല്ലാതെ വരത്തില്ലേ. ചുമ്മാ കളിച്ചിട്ട് കാര്യമില്ല. സബ്മിറ്റ് ഏറ്റവും ലാസ്റ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം, എന്നാലേ ലീഡർ ബോർഡിൽ വരത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഗൈസ്. അപ്പൊ എന്താണ് ഡെസിറ്റ് കയറാം? ഡെസിറ്റ് കയറാന്നോ? എടാ ഡെസിറ്റ് താഴെ ആമാറിലൊക്കെ ഉണ്ടോ നോക്കിയടാ. അവരും മറ്റേ ഇത് കളിച്ചോണ്ടേ വേറെ ഇത് കളിച്ചോണ്ടിരിക്കുക. അവരെല്ലാരും നോക്കട്ടെ. നിങ്ങളുടെ ഡെസിറ്റ് ഉണ്ടോ? ഡെസിറ്റ് 2 എന്നാ ഡെസിറ്റ് കളിക്കാം. മേലോട്ട് എല്ലാരും വാ 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 വാ. അത്രേ ഉള്ളു. പിന്നല്ല ഇത് ബാക്കി പിന്നെ എല്ലാരും മേലോട്ട് ഡെസിറ്റ് കളിക്കാം. കളിക്കാം. കുറച്ചു നേരം കളിച്ചിട്ട് കേറാം. ആർപി കേറാം. കേറാം. ഡെസിറ്റ് നിങ്ങൾ കണ്ടു നോക്ക് ഗൈസ്. എന്റെ ഗെയിമില്ല. ഞാൻ അങ്ങോട്ട് സിറ്റി കയറണം. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് പെട്ടെന്ന് ഡൗൺലോഡ് ആവും. അല്ല ചെറിയ പ്രശ്നം ഞാൻ ഉണ്ടാ നോക്കട്ടെ. പണ്ടെന്ന് ഡൗൺലോഡ് ചെയ്തു. അത് പറഞ്ഞപ്പോഴാണ് നമുക്കിനി 2000 ഫോളോവേഴ്സ് കൂടെ മതി. 100K ഓൺ കിക്ക്. വെറും 2000 ഫോളോ ചെയ്യണേ. ഫോളോ അടിപൊളി ഗൈസ്. നിന്റെ വരാത്തവരുണ്ടല്ലോ, പറയാളിയ അവരോട്. അളിയ എന്നാ അവിടെ നിന്ന് കുറച്ചിരുന്ന് എന്നെ 250 കേൾക്കാൻ കൂടി പറയണം. ഡിസ്കോഡിൽ 53 പേരുണ്ട്. 1,00,000 ഡിസ്കോഡിലും ഇതിലും 100K. എടാ ഇതില് കേരളത്തിലെ ടോപ്പ് സെർവർ അല്ലേടാ നമ്മടെ? അല്ല സീരിയസ് ആയിട്ട് ചോദിക്കുക. ഈ കുണ്ണക്കൊന്നും അറിയില്ല. ആണാണ് ഗെയിമിങ്ങില് ഗെയിമിംഗ് റിലേറ്റഡില് ഫസ്റ്റ് നമ്മൾ തന്നെയാണ്. എടാ നമുക്ക് ഇനി എത്രയാണെന്നറിയോ വേണ്ട? 2009 ഫോളോവേഴ്സും കൂടെ ഉണ്ടെങ്കിൽ 100K ഓൺ കിക്ക്. ഡിസ്കോഡ് ലിങ്ക് ഉണ്ടോ? ഈഗിൾ ഗെയിമിംഗ് ഡിസ്കോഡ് ഒന്ന് ഗൂഗിൾ ഞാൻ അളി അതൊക്കെ എത്ര ഉള്ളടാ. പിന്നെ നമ്മളിതാ കൈസ് ഞാൻ കാണിച്ചു തരാം. ഈഗിൾ ഗെയിമിംഗ് ഡിസ്കോഡ് എന്റെ വേറെ കടിയാ തുണ്ട് വരും. ഇതുണ്ടാ ഈഗിൾ ഗെയിമിംഗ് ക്ലിക്ക് ചെയ്യാ. പിന്നെ എടാ എന്റെ ഫോട്ടോ അടക്കം വന്ന് ഡിസ്കോഡില് ബ്രൗസറില് ഒരു സൈഡ് ഒരു സൈഡ് ഞാൻ
കോഡിട്ടുണ്ട് യൂസർ അണ്ണ കോടി എവിടെയാ